മലയാളത്തിലെ ഏറ്റവും മികച്ച അഭിനയനേത്രിമാരിൽ ഒരാളാണ് ഉർവശി. 4.5 പതിറ്റാണ്ടായി സിനിമാ ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന ഉർവശി മലയാളം ഉൾപ്പെടെ 5 ഭാഷകളിൽ അഭിനയിച്ചിട്ടുണ്ട്. 6 തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡ് നേടിയ ഉർവശി ഒരു ദേശീയ അവാർഡും സ്വന്തമാക്കിയിട്ടുണ്ട്. ഉള്ളൊഴുക്കിലെ പ്രകടനത്തിലൂടെ ഞെട്ടിച്ചുകൊണ്ടാണ് കരിയറിലെ 6ാമത്തെ സംസ്ഥാന അവാർഡ് നേടിയത്. നടൻ ശ്രീനിവാസനെ കുറിച്ച് പറയുകയാണ് ഉർവശി. മലയാള സിനിമയിലെ എക്കാലത്തെയും ഹിറ്റ് കോംബോകളിൽ ഒന്നായിരുന്നു ഉർവശിയുടെയും ശ്രീനിവാസന്റെയും. പൊന്മുട്ടയിടുന്ന താറാവ്, തലയണ മന്ത്രം തുടങ്ങി നിരവധി ഹിറ്റ് ചിത്രങ്ങളാണ് ഇരുവരും മലയാളത്തിന് സമ്മാനിച്ചത്. സിനിമയിൽ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമെന്ന് പറയാവുന്ന നടനാണ്. എത്ര താരങ്ങളുണ്ടായാലും വലിയ സ്റ്റാറിന്റെ പടത്തിൽ അഭിനയിക്കാൻ അദ്ദേഹത്തിന് മടിയില്ലെന്നും ഉർവശി പറയുന്നു. പൊന്മുട്ടയിടുന്ന താറാവ് എന്ന സിനിമയെക്കുറിച്ചും ഉർവശി കൂട്ടിച്ചേർത്തു. ഞാൻ കണ്ടതിൽ സിനിമയിൽ ആത്മവിശ്വാസത്തിന്റെ പ്രതീകമെന്ന് പറയുന്ന ആളാണ് ശ്രീനിയേട്ടൻ. എത്ര താരങ്ങളുണ്ടായാലും വലിയ സ്റ്റാറിന്റെ പടങ്ങളിൽ അപ്രാധാന്യമായ വേഷങ്ങളിൽ ശ്രീനിയേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്. അതിന്റെ ആവശ്യമില്ലായിരുന്നു എന്ന് നമുക്ക് തോന്നും. ഒരു മുത്തച്ഛിക്കഥ എന്ന സിനിമയുടെ ക്ലൈമാക്സിൽ ഒരു തെറിയും വിളിച്ച് ഒരു സ്ത്രീയുടെ അടിയും കൊള്ളുന്ന ഒരൊറ്റ സീനിലാണ് ശ്രീനിയേട്ടനുള്ളത്. ശ്രീനിയേട്ടനല്ലാതെ ആ റേഞ്ചിലുള്ള വേറൊരു നടൻ ചിലപ്പോൾ ചെയ്യില്ല. കാരണം അത് ചെയ്തതുകൊണ്ട് തന്റെ ഇമേജ് നഷ്ടപ്പെടില്ല എന്ന ആത്മവിശ്വാസം ശ്രീനിയേട്ടനുണ്ട്. അതാണ് അദ്ദേഹത്തിനോട് നമുക്ക് തോന്നുന്ന റെസ്പെക്റ്റും ആരാധനയും. പൊന്മുട്ടയിടുന്ന താറാവിന്റെ സ്ക്രിപ്റ്റ് കേട്ട് എന്റെ കൊച്ചച്ഛനാണ് അങ്കിൾ പറഞ്ഞത് ഇതൊരു നല്ല സ്ക്രിപ്റ്റും നല്ലൊരു ക്യാരക്ടറുമാണെന്ന്. പൊടിമോളെ, നീ ഇത് ചെയ്താൽ നന്നായിരിക്കുമെന്ന് പറഞ്ഞു. നല്ല ചേഞ്ച് ആകുമെന്ന് പറഞ്ഞു. എന്റെ അമ്മ എപ്പോഴും പറയുന്ന കാര്യം ഏത് ക്യാരക്ടറും ചെയ്യാൻ തയ്യാറാകുക എന്നാണ്. ഒരു ആർട്ടിസ്റ്റിന്റെ വെല്ലുവിളി എന്നാണ്. ഒരു ടൈപ്പ് റോള് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് വെറൈറ്റിയാണ് ഉള്ളത്. 4ഉം 5ഉം സിനിമകൾ ഒന്നിച്ച് ചെയ്ത കാലമാണ് അതൊക്കെ. അന്നൊന്നും തയ്യാറെടുപ്പിനൊന്നും സമയമുണ്ടായിരുന്നില്ല. പിന്നെ പ്രണയരംഗങ്ങളൊക്കെ ചെയ്യാൻ കുറച്ച് പ്രയാസമായിരുന്നു.